വിശദമായി നോക്കാം. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാർ ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് 9 ദിവസത്തിന് ശേഷം മോചനം. സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി ഉൾപ്പെടെ 3 പേർക്ക് ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 2 ആൾ ജാമ്യത്തിന് പുറമെ 50,000 രൂപ കെട്ടിവെക്കണമെന്നാണ് ജാമ്യ വ്യവസ്ഥ. കോടതി ഉത്തരവ് ലഭിച്ചാൽ ദുർഗ് സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്ന് തന്നെ മോചനം സാധ്യമാകും. माननीय न्यायालय द्वारा कल पूरा आदेश सुरक्षित रखा गया था और आज उन्होंने आदेश पारित किया है। माननीय न्यायालय ने सभी को बेल ग्रांट किया है और इस शर्त पे बेल ग्रांट किया है कि उनको 50,000 की श्योरिटी देनी है, 50,000 की, और 2 उसमें श्योरिटीज को जमा करना है जमानत पर। साथ ही साथ में एक शर्त यह है कि उनको अपने पासपोर्ट जमा करने पड़ेंगे, वो देश छोड़ के बाहर नहीं जा पाएंगे। और साथ ही ये भी है जो कंडीशन न्याय में ऑलरेडी प्रिस्क्राइब्ड है कानून में कि उनको थाने में कंसर्न थाने में इन्फॉर्मेशन देनी पड़ेगी और आगे के लिए जो भी इन्वेस्टिगेशन होगा उसको कॉपरेट करना। MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, 9 ദിവസത്തെ കാത്തിരിപ്പാണ്, നിയമ പോരാട്ടമാണ്, പ്രതിഷേധങ്ങളുടെ ഫലമാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ NIA കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ജാമ്യം കൃത്യമായ ഉപാധികളോടെയാണ്. ഈ ഉപാധികൾ ഏത് വിധമാണ്? എപ്പോഴത്തേക്ക് ഈ ജാമ്യ ഓർഡർ ദുർഗ് കോടതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? എപ്പോൾ ജയിലിന് പുറത്തേക്ക് കന്യാസ്ത്രീമാർ എത്തും? ആര്യ, കാത്തിരിപ്പിനൊടുവിൽ 9 ദിവസത്തിന് ശേഷം 2 കന്യാസ്ത്രീകളും ജയിൽ മോചിതരാകുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. NIA കോടതി ഇരുവർക്കും ജാമ്യം ഉപാധികളോടെ അനുവദിച്ചിട്ടുണ്ട്. ഈ ഉപാധികൾ എന്ന് പറയുന്നത് 2 ആൾ ജാമ്യം, ഒപ്പം തന്നെ 50,000 രൂപ കോടതിയിൽ കെട്ടിവെക്കണം. ഇതിനു പുറമെ ഇരുവരുടെയും പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം. ഇരുവരും രാജ്യം വിട്ടു പോകാൻ പാടില്ല എന്ന കർശന നിർദ്ദേശവും നൽകി. അങ്ങനെയുള്ള ഉപാധികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ബിലാസ്പൂരിലെ NIA കോടതിയിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അകലെയാണ് ദുർഗ് ജയിലുള്ളത്. ആ ദുർഗ് ജയിലിലേക്ക് ഈ കോടതി ഉത്തരവ് എത്തിക്കണം. എത്തിക്കുന്ന മുറയ്ക്ക് ഈ 2 കന്യാസ്ത്രീകൾക്കും ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുകയും ചെയ്യും. അതിൻ്റെ കാത്തിരിപ്പാണ് ഇനിയുള്ളത്. ഏകദേശം ഒരു 2 മണിക്ക് ശേഷത്തോടു കൂടി ഇരുവരെയും ജയിൽ മോചിതരാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓർഡർ അപ്പോഴത്തേക്കും അവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരുടെയും ജാമ്യം സാധ്യമായത്. നേരത്തെ വലിയ വിവാദങ്ങൾക്കും വലിയ രാഷ്ട്രീയ പോരുകൾക്ക് കൂടി വഴിവെച്ചൊരു കേസായിരുന്നു ഇത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ 2 ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടായിരുന്നു ഇരുവരെയും ജയിലിൽ അടയ്ക്കുകയും ചെയ്ത് അതിനെതിരെ രാജ്യവ്യാപകമായ രീതിയിൽ വലിയ പ്രതിഷേധത്തിനും സാക്ഷ്യം വഹിക്കുകയും ചെയ്തതാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഈ വലിയ പ്രതിഷേധം പ്രതിപക്ഷ MPമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, BJPയെ സംബന്ധിച്ച് BJPയിലെ മറ്റ് പരിവാർ സംഘടനകളൊക്കെ എതിർപ്പ് അറിയിച്ചിട്ടു പോലും തന്നെ BJPയും ഈ ജാമ്യത്തിനൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ്. അതിലേറ്റവും ആർക്കാണ് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത് പോലെ അല്ല, എല്ലാവരും ഈ സിസ്റ്റർമാരുടെ ജയിൽ മോചനത്തിനായി ഒപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ദുർഗ് ജയിലിന് അവിടെ ഉണ്ടായിരുന്നു, ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതിനൊരു ആശ്വാസകരമായിട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ പാർലമെന്റിലെ പ്രതിഷേധത്തിനൊടുവിൽ UDF MPമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ഇതിലിനി ഇടപെടില്ല അല്ലെങ്കിൽ ജാമ്യ ഹർജിയെ എതിർക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം NIA കോടതിയെ സമീപിക്കുകയും ഒപ്പം തന്നെ ഇപ്പോൾ ജാമ്യം ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നത്. സെഷൻസ് കോടതിയിൽ എടുത്ത നിലപാട് അല്ല ഇവിടെ ഈ പ്രോസിക്യൂഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ തന്നെ ജാമ്യം ലഭിക്കുമെന്ന് വ്യക്തമായിരുന്നു. പക്ഷേ എന്ത് ഉപാധികളാണ് മുന്നോട്ട് വെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. അതിലൊക്കെ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ നമുക്കിതിനെ കരുതാനാകൂ. ഏറ്റവും പ്രധാനപ്പെട്ട താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമേ നമുക്ക് ഈ ജാമ്യത്തെ ഇപ്പോൾ കരുതാൻ സാധിക്കുകയുള്ളൂ. ഗുരുതരമായ കുറ്റങ്ങൾ, മനുഷ്യക്കടത്തം, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടാണ് ജയിലിൽ അടച്ചിട്ടുള്ളത്. ഈ കേസിൽ നിന്നൊന്നും മോചിതരാകുന്നില്ല ഈ കന്യാസ്ത്രീകൾ എന്നതാണ് അവിടുത്തെ വാസ്തവം. അപ്പോൾ നിയമ പോരാട്ടം ഇനിയും എത്ര കാലം തുടരേണ്ടി വരും? ഇനിയുള്ള നിയമ നടപടികൾ ഏതൊക്കെ തരത്തിൽ നേരിടേണ്ടി വരുമെന്നുള്ള ആശങ്ക ഇനിയും മുന്നിൽ നിൽക്കുകയല്ലേ?
അല്ല, തീർച്ചയായും. അതായത് ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ മനുഷ്യക്കടത്തും ഒപ്പം തന്നെ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. അത്തരത്തിലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുള്ള വാക്കുകളാണ്. അതാണ് ഈ കൂടിക്കാഴ്ചയിൽ പിന്നീട് UDF എംപിമാർ പറഞ്ഞു വെക്കുകയും ചെയ്തത്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഉറപ്പ് എന്ന് പറയുന്നത് ഈ ആദ്യം ജാമ്യം ലഭിക്കട്ടെ, അതിനുശേഷം കേസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാമെന്നുള്ള ചില വാക്കാലുള്ള പരാമർശം അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നാണ് UDF എംപിമാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് റദ്ദാക്കുന്ന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ NIA-യുടെ ഒരു ഇടപെടൽ ഇതിനകത്തുണ്ടാകുമോ, അതോ ഛത്തീസ്ഗഡ് സർക്കാർ പറയുന്ന പോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിൽ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നുള്ള പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ ചില കടുത്ത വിയോജിപ്പ് ഛത്തീസ്ഗഡിലെ BJP നേതൃത്വത്തിനുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ സംഘപരിവാർ നേതൃത്വങ്ങൾക്കും ഇതേ രീതിയിലുള്ള എതിർപ്പ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഈ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നടപടികളിൽ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കാര്യങ്ങൾ ഈ രീതിയിലല്ല പോകേണ്ടത് അല്ല എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ ഇതിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, കാലങ്ങളോളം ഈ കേസ് എല്ലാ മുൻകാലങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ മുന്നോട്ട് പോകുമോ, അതോ ഈ കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തിയിട്ടുള്ള ഈ ഗുരുതരമായ വകുപ്പുകളൊക്കെ എടുത്ത് കളഞ്ഞ് ഈ റിലീസാകുമോ, ഈ കേസ് പിൻവലിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആശ്വാസമാണ്. ജയിലിൽ നിന്ന് കന്യാസ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അവർക്ക് കേരളത്തിലേക്ക് വരാം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ മറ്റു ഉപാധികളൊന്നും വെച്ചിട്ടില്ല. ജയിൽ പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ ഈ കേസ് സാധാരണഗതിയിൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളൊക്കെ ചുമത്തുമ്പോൾ കർശന ഉപാധികൾ മുന്നോട്ട് വെക്കാറുള്ളതാണ്. അതായത് ഈ ജയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പോകാൻ പാടില്ല എന്നുള്ള അടക്കമുള്ള കർശനമായ ഉപാധികളൊക്കെ വെക്കാറുള്ളതാണ്. പക്ഷേ അതൊക്കെ ഈ ഒരു കേസിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. അവർക്ക് രാജ്യം വിടാൻ പാടില്ല എന്നുള്ള ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്, അത്തരത്തിലുള്ള ഉപാധികൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇനി കാത്തിരിപ്പാണ്. ഉടൻ തന്നെ അവർക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കുമെന്നാണ്. ഒരുപക്ഷെ 2 മണിക്ക് ശേഷം ജയിലിലേക്ക് ഓർഡർ എത്തിയതിനു ശേഷം ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഒരു 5-10 മിനിറ്റ് മാത്രമേ അതിന് ശേഷം എടുക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇവർക്കൊപ്പം ഈ അറസ്റ്റിലായപ്പോൾ ഈ പെൺകുട്ടികൾക്കൊപ്പം ഒരു യുവാവ് കൂടി ഉണ്ടായിരുന്നു. ആ യുവാവിനെയും ഈ കുറ്റം ചുമത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ആ യുവാവിന് ഇപ്പോൾ ഇതേ ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മിഥുൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ജയിലിന് പുറത്തേക്ക് വരുന്ന ആ നിമിഷത്തിനായാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഇടത് എംപിമാരും കോൺഗ്രസ് എംപിമാരും BJP നേതാക്കളും ഒക്കെ അവിടെ ഉണ്ട്. ഇവരെ സ്വീകരിക്കുവാൻ വേണ്ടി നേരത്തെ തന്നെ ഈ ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ തന്നെ മധുരം വിളമ്പിയൊക്കെ വലിയ ആഘോഷം അവിടെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. BJPയുടെ ഒരു പ്രതികരണം കേരള ഘടകത്തിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് വന്നത് നമുക്കറിയാം. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ വലിയ പ്രതിരോധത്തിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം BJP ഉണ്ടായിരുന്നത്. BJP നേതാക്കൾ സഭയ്ക്ക് ഉറപ്പ് നൽകിയതുപോലെ അത്രയും വേഗം നീതി നടപ്പാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ്. അമിത്ഷായുമായി അടക്കം ചർച്ച നടത്തിയിട്ട് പോലും ഈ ജാമ്യം ലഭ്യമാക്കുന്നതിൽ അവർക്ക് നീതി നടപ്പാക്കുന്നതിൽ ഒരു കാലതാമസം ചെറിയ തോതിലെങ്കിലും വന്നു എന്നതും വാസ്തവമാണ്. പക്ഷെ ഇപ്പോൾ ജാമ്യം ലഭിച്ച പശ്ചാത്തലത്തിൽ ഏതു തരത്തിലാണ് പ്രതികരണം വന്നത്? അതായത് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിന് മുമ്പ് BJP നേതാവ് S. സുരേഷ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷമാണ് ഈ രീതിയിൽ ഇത്രയും കാലതാമസം എടുത്തത്, ഈ ജാമ്യം ലഭിക്കാൻ കാലതാമസം ഉണ്ടായതിന് കാരണം പ്രതിപക്ഷത്തിൻ്റെ ഒരു നടപടിയാണ് എന്നുള്ള വിമർശനമായിരുന്നു BJP നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എക്കാലത്തും ഈ കേസ് വന്നപ്പോൾ ആദ്യം മുതൽ തന്നെ ഇവരുടെ ജാമ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇവരെ ജയിലിന് പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് BJP ആണ് എന്നുള്ളൊരു അവകാശവാദമാണ് ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ നമുക്കറിയാം BJPക്കായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ വലിയ തിരിച്ചടി ഉണ്ടായത്. രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ മറ്റു വശങ്ങളും ഒക്കെ നോക്കുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായത് BJPയെ സംബന്ധിച്ച് തന്നെയായിരുന്നു. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ സഭാ മേലധ്യക്ഷന്മാരുമായി ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തതും നമ്മൾ കാണുകയും ചെയ്തതാണ്. പിന്നീട് വലിയ രൂക്ഷമായ വിമർശനം സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. KCBCയുടെ ഒക്കെ ഭാഗത്തു നിന്ന്, ഓർത്തഡോക്സ് സഭയുടെ ഒക്കെ ഭാഗത്തു നിന്നൊക്കെ വലിയ രൂക്ഷമായ വിമർശനമായിരുന്നു BJPക്ക് എതിരെ ഉണ്ടാവുകയും ചെയ്ത്. ഇപ്പോൾ ആശ്വസിക്കാം എന്ന് മാത്രമേ കരുതാനാകൂ. വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ
കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിക്കാൻ തയ്യാറായതും എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ബി.ജെ.പിക്ക് പുറമെ പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ച് UDF-ന്റെയും LDF-ന്റെയും എംപിമാർ ആദ്യം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. കന്യാസ്ത്രീകളെ സന്ദർശിക്കുകയും ഒപ്പം തന്നെ അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്തതാണ്. ഒപ്പം തന്നെ അല്പസമയത്തിനു മുമ്പ് ഈ ജാമ്യം ലഭിച്ച വാർത്ത പുറത്തു വന്നതിന് ശേഷം ഈ കന്യാസ്ത്രീയുടെ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ആദ്യം മുതൽ തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു, ജനങ്ങൾ ഒപ്പമുണ്ടായിരുന്നു, മാധ്യമ പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നു. മാധ്യമങ്ങൾക്കെല്ലാം തന്നെ അവർ നന്ദി പറയുകയും ഒപ്പം തന്നെ അങ്കമാലി MLA റോജി എം ജോണിന് പ്രത്യേക നന്ദി അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആദ്യം മുതൽ തന്നെ ഈ കേസിനൊപ്പം ഉണ്ടായിരുന്നു. കൂടാതെ ഒരു കുടുംബത്തിന്റെ അവരുടെ ഒരു കുടുംബത്തെ അംഗത്തെ പോലെ കണ്ട് അതിന് വേണ്ട എല്ലാ നടപടികളും അവർ കൈക്കൊണ്ടു. ഒപ്പം തന്നെ സഭാ നേതൃത്വത്തിന് അവർ നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഒരു മോചനത്തിന് വഴിവെച്ചതെന്നുള്ള കാര്യം നിശ്ചയം നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ നേരത്തെ അനൂപ് ആന്റണിയൊക്കെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാരുമായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിലേക്ക് ഈ ജാമ്യ ഹർജി വരുമ്പോൾ അവർ തടയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു എങ്കിൽ പോലും തന്നെ പിന്നീട് അത് വിപരീതമായി നടന്ന കാര്യങ്ങളും നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ അത് ബലം കണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡ് സർക്കാർ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹാജരായിട്ടുള്ള പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജിയെ സാങ്കേതികപരമായിട്ട് എതിർത്തതല്ലാതെ ഒരു തരത്തിലും മറ്റ് തടസ്സവാദങ്ങൾ ഉന്നയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജാമ്യത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ളത് കാത്തിരിപ്പാണ്. അവർ ജയിൽ മോചിതരാകുന്നത് എന്നുള്ളതാണ്. മറ്റ് കടമ്പകൾ പിന്നീട് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും 9 ദിവസത്തിന് ശേഷമാണെങ്കിലും നീതി നടപ്പായി എന്നതിലാണ് വലിയ ആശ്വാസം. പക്ഷേ താൽക്കാലികമായി മാത്രമേ ആശ്വസിക്കാൻ കഴിയൂ എന്നുള്ളതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചുമത്തപ്പെട്ട കേസുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് വരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അത് ആശങ്ക ഉയർത്തുന്ന വിഷയം തന്നെയാണ്. എന്തായാലും 2 മണിയോടുകൂടി ഈ ജാമ്യ ഓർഡർ ദുർഗ് ജയിലിലേക്ക് എത്തും. അതിനുശേഷം ഉടൻ തന്നെ 2 കന്യാസ്ത്രീമാരും പുറത്തേക്ക് ഇറങ്ങും, പൂർണ്ണമായ മോചനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി